നമസ്കാരം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ 2020 എക്സിക്യൂട്ടീവ് എക്സാം അതിൻ്റെ സപ്പോർട്ട് സീരീസിലുള്ള വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് ആൻഡ് ക്ലോഷർ. സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് ആൻഡ് ക്ലോഷർ എന്ന സബ്ജക്റ്റിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എക്സാം നോക്കി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഇത് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ സീരീസിലുള്ള ഒരു വീഡിയോ ആണ്. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. പാലക്കാട് ജില്ല ഒറ്റപ്പാലത്താണുള്ളത്. നമ്മൾ കമ്പനി സെക്രട്ടറി കോച്ചിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒരു ബാച്ചിൽ 15 സ്റ്റുഡൻസാണ് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നത്. അടുത്ത ബാച്ച് എക്സിക്യൂട്ടീവിൻ്റെ ബാച്ച് ജൂലൈ ലാസ്റ്റിൽ ആരംഭിക്കും, ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ ആരംഭിക്കും. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. നിങ്ങൾ ഒരിക്കലും ഇത് മിസ്കൺസ്ട്രൂ ചെയ്യരുത്. നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്നു, പഠിച്ചതിന് ശേഷം നമ്മളതിനെ റിവ്യൂ ചെയ്യുന്നു, റിവൈസ് ചെയ്തതിന് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ബ്രഷപ്പ് ഉണ്ട്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒന്നും കൂടി നന്നായിട്ട് നോക്കുന്നു, അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഒന്നുകൂടി നന്നായി അവയർനെസ് ഉണ്ടാക്കുന്നു, മറ്റുള്ള ടോപ്പിക്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് സാധാരണ പഠിത്തത്തിലുള്ളതാണ്. അത് ലാസ്റ്റ് മിനിറ്റ് ഒരിക്കലും നമുക്ക് എല്ലാ ബുക്കും ഒരുമിച്ച് വായിക്കാൻ പറ്റില്ല. അങ്ങനെ വായിക്കാൻ പോയിട്ട് നമ്മൾ വിജയിച്ചിട്ടുള്ള ആൾക്കാരും ഇല്ല. അതുവെച്ചാൽ നമുക്ക് ഒരു കോൺഫിഡൻസ് കുറവ് ഫീൽ ചെയ്യും അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റിംഗ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് ആൻഡ് ക്ലോഷർ എന്ന് പറഞ്ഞ ബുക്കിൽ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, വേറെ ഏതൊക്കെയാണ് തിയറിറ്റിക്കലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, വേറെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, ഇത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ദിസ് ഈസ് നോട്ട് ദ ഡ്യൂപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഇത് ഒരു വേറൊന്ന് വെച്ച് വേറൊന്ന് എടുക്കുന്നതല്ല. നിങ്ങളുടെ റിവിഷനായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ റിവിഷന് പകരം ഇതാണ് ചെയ്യേണ്ടത് എന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ഫോക്കസിനെ കുറിച്ചാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, നമുക്ക് വളരെ ഈ സെറ്റിംഗ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് ആൻഡ് ക്ലോഷർ, ഈ പേപ്പറിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ പ്രാധാന്യമുണ്ട്. ഈ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഓർഗനൈസേഷൻ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിലും അതിൻ്റെ ക്ലോഷർ അതെന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്കത് ക്ലോസ് ഡൗൺ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ പ്രോസസ്സിലുമാണ് ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ ജനറൽ ലോസിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, കമ്പനി ലോയിൽ ഇതിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഈ പേപ്പർ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പേപ്പർ വളരെ വൈഡായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എങ്ങനെയാ വെച്ചാൽ ഇത് കമ്പനി ലോയിലും ഉണ്ടാകാം, ജനറൽ ലോയിലും ഉണ്ടാകാം, എല്ലായിടത്തും എവിടെ വേണമെങ്കിലും ഉണ്ടാകാം. ജൂറിസ്പ്രുഡൻസിലൊക്കെ ഇതിന് പല ഭാഗങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ബ്രഷപ്പ് ചെയ്ത് പോയിട്ടുണ്ടാകും. കമ്പനി ലോയിൽ ഇത് കുറേ അധികം ഉണ്ട്. അപ്പോൾ സെറ്റിംഗ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് ആൻഡ് ക്ലോഷർ, SBEC. ക്യാൻ വി സ്റ്റാർട്ട്? ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ ഈ ബുക്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ടൈപ്സ് ഓഫ് കമ്പനീസ് ആൻഡ് ഇറ്റ്സ് ഫോർമേഷനാണ്. ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കമ്പനിയുടെ ഫോർമേഷനുള്ള പ്രോസസ്സ് നമുക്ക് അറിയണം. ഉദാഹരണം, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ ഓരോ പ്രോസസ്സും, ഫോർമേഷൻ കഴിഞ്ഞ് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഡിന്ന് വേണം, എടുക്കണം, അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അത് രജിസ്റ്റർ ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, എങ്ങനെയാണ് മെമ്മോറാണ്ടം ഉണ്ടാക്കേണ്ടത്, ആർട്ടിക്കിൾസ് വേണ്ടത്, ഡയറക്ടർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത്. സോ ദർ ആർ ലോട്ട് ഓഫ് പ്രോസസ് ആക്ച്വലി ഇൻവോൾവ്ഡ് ഇറ്റ്. അത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ടൈം ഫ്രെയിം എന്താണ്, ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾ സംസാരിക്കാറുള്ളതാണ്, MCAയിൽ നമ്മളൊരു ID എടുത്ത് യൂസർ ID പാസ്വേഡ് എടുത്ത് നമ്മൾ MCAയുടെ വെബ്സൈറ്റായിട്ട് നമുക്ക് നല്ലൊരു ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇതിൽ നമ്മൾ ടൈപ്സ് ഓഫ് കമ്പനീസ്, ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ദെയർ ഫോർമേഷൻ, അതിൻ്റെ രജിസ്ട്രേഷൻ, അതിൻ്റെ ഫോർമേഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ചാർട്ടർ ഡോക്യുമെൻറ്റ് ആൻഡ് ഇറ്റ്സ് ആൾട്ടറേഷൻ. ചാർട്ടർ ഡോക്യുമെൻറ്റ്സ് പറഞ്ഞാൽ എന്താണ് ഒരു കമ്പനിയുടെ ചാർട്ടർ ഡോക്യുമെൻറ്റ്സ്? മെമ്മോറാണ്ടം ആർട്ടിക്കിൾസ് അല്ലേ, മെമ്മോറാണ്ടം അസോസിയേഷനും ആർട്ടിക്കിൾസ്. ഇതെന്താണ് ഇതിൻ്റെ ആൾട്ടറേഷൻ്റെ പ്രോസസ്സ് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഫോർ എക്സാമ്പിൾ, ഐ വാണ്ട് ടു ചേഞ്ച് ദ നെയിം ഓഫ് ദ കമ്പനി. വാട്ട് ഈസ് എ പ്രോസസ്? I want to change the name of objects of the company. ബോർഡ് മീറ്റിംഗ് വേണം, ജനറൽ മീറ്റിംഗ് വേണം. ദെൻ ബോർഡ് മീറ്റിങ്ങിന് എന്താണ് ചെയ്യേണ്ടത്? നമ്മളെപ്പോഴും അങ്ങനെയാണ് വേണ്ടത്. അതിൻ്റെ ഇനീഷ്യൽ പ്രോസസ്സ്, അതായത് ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴാണോ ഈ ഐഡിയ വരുന്നത്, ആ ഐഡിയ മുതൽ അതിൻ്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതണം. അതായത് നമ്മൾ ആദ്യം ബോർഡ് മീറ്റിംഗ് നടത്തി അത് ബോർഡിൽ നമ്മൾ തീരുമാനമെടുത്ത്, ജനറൽ മീറ്റിംഗ് എന്താണ് വിളിക്കുന്നത് തീരുമാനിച്ച്, നോട്ടീസ് കൊടുക്കാൻ തീരുമാനിച്ച്, പേപ്പറിൽ പരസ്യം കൊടുക്കാൻ തീരുമാനിച്ച്, എങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ അതിൻ്റെ ആദ്യം ബോർഡ് മീറ്റിങ്ങിൻ്റെ പ്രോസസ്സ് എഴുതണം, അത് കഴിഞ്ഞിട്ട് ജനറൽ മീറ്റിങ്ങിൻ്റെ പ്രോസസ്സ് എഴുതണം, അതിൻ്റെ റിപ്പോർട്ടിംഗ് ആസ്പെക്ട്സ് എഴുതണം. ഏതൊക്കെ ഫോംസാണ്, ആർക്കൊക്കെയാണ് ഫയൽ ചെയ്യേണ്ടത്, എത്ര ദിവസത്തിലാണ് ഫയൽ ചെയ്യേണ്ടത്.
അതിനുശേഷം നമ്മൾ ഒരു LLP എങ്ങനെയാണ് ഫോർമേഷൻ ചെയ്യേണ്ടത്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ഇന്നത്തെ നമ്മുടെ ഫ്ലേവർ LLP ആണ്. ധാരാളം ആൾക്കാർ LLP ഫോർമേഷനുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ LLPയുടെ ഫോർമേഷനെ കുറിച്ച്, ദെൻ NGOs, സെക്ഷൻ 8 കമ്പനിയുടെ ഫോർമേഷൻ, ട്രസ്റ്റ് സൊസൈറ്റി, ഇവരുടെ ഫോർമേഷനെ കുറിച്ച്, ഇതെങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത്. ഐ വാണ്ട് ടു ഫോം എ ട്രസ്റ്റ്. നാട്ടിലെ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളൊക്കെ ട്രസ്റ്റ് സൊസൈറ്റി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതും ഒരു ഫ്ലേവറാണ്. നിങ്ങളൊരു കമ്പനി സെക്രട്ടറി ആകുമ്പോൾ നിങ്ങൾക്ക് ധാരാളം വർക്ക് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഒരു ട്രസ്റ്റ് എങ്ങനെ ഫോം ചെയ്യണം, ഒരു സൊസൈറ്റി എങ്ങനെ ഫോം ചെയ്യണം, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെ, പ്രൊസീജിയറൽ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്. അവിടെ നമ്മൾ ശരിക്കും അതിനെക്കുറിച്ച് ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇനീഷ്യൽ ആയിട്ടുള്ളത് ഒരു പ്രാക്ടിക്കലായിട്ട് സാധാരണക്കാരന് ഫോളോ ചെയ്യുന്ന പറ്റുന്ന പ്രോസസ്സാണ് ഇന്ന് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. ആ പ്രോസസ്സ് 2 പ്രാവശ്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ കുറച്ച് ലോജിക് ഉപയോഗിച്ചാൽ മതി. യു മേ മിസ് 1 or 2 points, so don't worry about that. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് ആലോചിച്ച് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ സ്റ്റാർട്ടപ്പ് ആൻഡ് രജിസ്ട്രേഷൻ. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സാണ് സ്റ്റാർട്ടപ്സ് ആൻഡ് രജിസ്ട്രേഷൻ. പ്രൊസീജിയർ ഫോർ കൺവേർഷൻ ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ആക്കുന്നു, പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി ആക്കുന്നു. ഒരു പ്രൈവറ്റ് കമ്പനി നമുക്ക്, അല്ലെങ്കിൽ ഒരു പബ്ലിക് കമ്പനി നമുക്ക് സെക്ഷൻ 8 കമ്പനി ആക്കാൻ പറ്റുമോ? ഒരു സെക്ഷൻ 8 കമ്പനി നമുക്ക് പബ്ലിക് കമ്പനിയോ പ്രൈവറ്റ് കമ്പനി ആക്കാൻ പറ്റുമോ? ഒരു LLP നാളെ കമ്പനി ആക്കാൻ പറ്റുമോ? ഇതൊക്കെ വരാൻ ചാൻസുകൾ. നാളെ ഒരാൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വരുവാണ്, ഒരു LLP എനിക്ക് പ്രൈവറ്റ് കമ്പനി ആക്കണം, എന്താ ചെയ്യണമെന്ന് വെച്ച് വന്നാൽ എന്താ ചെയ്യുക? അപ്പോൾ അതിൻ്റെ പ്രോസസ്സ്, അതായത് ഓരോ ബിസിനസ് എൻറ്റിറ്റിയും അതിൻ്റെ കൺവേർഷനും. ദെൻ വേരിയസ് ഇനീഷ്യൽ രജിസ്ട്രേഷൻസ് ആൻഡ് ലൈസൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇനീഷ്യൽ രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസസ്. ഓരോരോ ലൈസൻസുകൾ എടുക്കാനും അതിന് ഇനീഷ്യൽ രജിസ്ട്രേഷൻ ഇപ്പോൾ ആൾമോസ്റ്റ് എല്ലാം നമ്മുടെ ഇതിൽ വരുന്നുണ്ട്. INC 32 തന്നെ ഇതെല്ലാം വരും, സ്പൈസ് ഫോമിൽ തന്നെ ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ അതുപോലെ എന്തെങ്കിലും രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പിന്നെ അതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒന്നാമത്തെ ടോപ്പിക്കാണ് IPR റൈറ്റ്സ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോസ് പ്രകാരമുള്ള രജിസ്ട്രേഷൻ കുറിച്ചിട്ട് ഒരു കമ്പനി ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പ്രകാരം ഉള്ള എന്തൊക്കെ പ്രോസസ്സാണുള്ളത്. അതായത് നമുക്ക് കോപ്പി റൈറ്റ് ഉണ്ടാവാം, ട്രേഡ് മാർക്ക് ഉണ്ടാകാം, പേറ്റൻറ്റ് ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ റിലേറ്റഡ് ലോസ് എന്തൊക്കെ പ്രോസസ്സാണുള്ളത്. ദെൻ ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ്. ഇൻസോൾവൻസിയുടെ ഒരു കേസ്, നമ്മൾ ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുക എന്നല്ല നമ്മൾ പറയുന്നത്, നമ്മൾ ഇൻസോൾവൻസി പ്രോസസ്സാണ്. ഇൻസോൾവൻസി പ്രോസസ്സിൽ എന്താ വരണമെന്ന് വെച്ചാൽ, ഇതിനൊരു പ്രോബ്ലം ഇപ്പോൾ നമ്മൾ ഈ കൊറോണ കോവിഡൊക്കെ വന്നപ്പോൾ ഇത് കുറച്ച് കാലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇൻസോൾവൻസി പ്രോസസ്സ്, അതിൻ്റെ ഗൈഡ് ലൈൻസ് ക്ലിയർ ആയിട്ട് പഠിക്കണം. എങ്ങനെ ഇൻസോൾവൻസി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ, ആരൊക്കെ ഇൻസോൾവൻസി പ്രോസസ്സിന് ഫയൽ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ഫയൽ ചെയ്യാം, അതിന് ഫയൽ ചെയ്യേണ്ട പ്രോസസ്സ് എന്താണ്, ആപ്ലിക്കേഷൻ കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത്, ഇതറിയണ്ടേ. ദെൻ ലിക്വിഡേഷൻ, അതിന് ഇൻസോൾവൻസി നമുക്ക് സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ, അതിൻ്റെ ഇൻസോൾവൻസി റെസൊല്യൂഷൻ സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ ലിക്വിഡേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, വൈൻഡപ്പ് ആണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒരു ഓവർവ്യൂ, ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇൻസോൾവൻസി നമ്മൾ കമ്പനി സെക്രട്ടറിക്ക് പ്രാക്ടീസിൻ്റെ ഏരിയയാണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ദെൻ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. കുറച്ച് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട വേറെ ടോപ്പിക്സുകളുണ്ട്. എങ്ങനെയാണ് ഒരു കമ്പനിയുടെ പേര് അല്ലെങ്കിൽ ഒരു LLPയുടെ പേര് സ്ട്രൈക്ക് ഓഫ് ചെയ്യുക, ഏതൊക്കെ സിറ്റുവേഷൻ സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് അത് റിസ്റ്റോർ ചെയ്യേണ്ടത്, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് റിസ്റ്റോറേഷൻ ഓഫ് നെയിംസ് ഓഫ് LLP ആൻഡ് പ്രൈവറ്റ് കമ്പനി when it is സ്ട്രൈക്ഡ് ഓഫ് ബൈ MCA, അല്ലേ? അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടാവും. ഏതെങ്കിലും സിറ്റുവേഷൻ നമ്മൾ സ്ട്രൈക്ക് ഓഫ് ഇവിടെ എങ്ങനെ റിസ്റ്റോർ ചെയ്യാൻ പറ്റും. ദെൻ മെയിൻ്റനൻസ് ഓഫ് രജിസ്റ്റേഴ്സ് ആൻഡ് റെക്കോർഡ്സ്, ഏതൊക്കെ റെക്കോർഡ്സും രജിസ്റ്റേഴ്സ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് മനസ്സിലാവും. ജോയിൻറ്റ് വെഞ്ചർ കൊളാബറേഷൻ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, ജോയിൻറ്റ് വെഞ്ചറിനെ കുറിച്ചും സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പർപ്പസ് കഴിഞ്ഞാൽ അവസാനിക്കുന്നു. ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്, അല്ലേ? ഇപ്പോൾ ഈ ഹൈവേ കോർപ്പറേഷനൊക്കെ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, ജോയിൻറ്റ് വെഞ്ചേഴ്സിൻ്റെ ഫോർമേഷനും അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചും. ദെൻ ഇന്ത്യയുടെ പുറത്ത് നമുക്കൊരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എന്താണ്, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റാർട്ടിങ് എ ബിസിനസ് ഓർഗനൈസേഷൻ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് നമുക്ക് ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി വരും, അല്ലേ? ആസ് എ കമ്പനി സെക്രട്ടറി നിങ്ങളുടെ ഓർഗനൈസേഷൻ പറയുകയാണെങ്കിൽ വി ആർ ഗോയിങ് ടു ഹാവ് എ ബ്രാഞ്ച് ഇൻ ശ്രീലങ്ക, ഓർ വി ആർ ഗോയിങ് ടു ഹാവ് എ ഫാക്ടറി ഇൻ നേപ്പാൾ or in US. What are the different registrations what we need to have? We need to know that. Correct. Now, different forms of business organization registration നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്, അത് നമ്മൾ നോക്കാം. പിന്നെ ലീഗൽ സ്റ്റാറ്റസ് ഓഫ് എ രജിസ്റ്റേർഡ് കമ്പനി, ഒരു രജിസ്റ്റേർഡ് കമ്പനിയുടെ ലീഗൽ സ്റ്റാറ്റസ് എന്താണ്? വാട്ട് ഈസ് എ ലീഗൽ സ്റ്റാറ്റസ്? ഇത് ജൂറിസ്പ്രുഡൻസിൽ ഉണ്ടാകാം, കമ്പനി ലോയിലൊക്കെ ഉണ്ട്, നിങ്ങൾ പലയിടത്തും പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് എ ലീഗൽ സ്റ്റാറ്റസ് ഓഫ് എ രജിസ്റ്റേർഡ് കമ്പനി? ഒരു രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലീഗൽ സ്റ്റാറ്റസ് എന്താണ്? ദെൻ ചോയ്സ് ഓഫ് ബിസിനസ്, എങ്ങനെയാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾ ചോയ്സ് ചെയ്യേണ്ടത്? വൈ ഷുഡ് യു ഗോ ഫോർ എ പ്രൈവറ്റ് കമ്പനി? ഇൻ വിച്ച് സിറ്റുവേഷൻ യു ഗോ ഫോർ എൻ LLP ഓർ സെക്ഷൻ 8 കമ്പനി? ആൻഡ് വെൻ യു ഷുഡ് ഗോ ഫോർ എ പബ്ലിക് കമ്പനി, അല്ലെ? അതൊക്കെ നമ്മൾ അറിയണം, അല്ലേ? അപ്പോൾ ചോയ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ.
ദെൻ ഏതൊക്കെ ലോ ആണ് നമ്മൾ എന്തൊക്കെ ലോ ആണ് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് മനസ്സിലാക്കണം. നമ്മൾ കുറച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. വേരിയസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോസ് അപ്ലിക്കബിൾ ടു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏതൊക്കെ ലോ ആർക്കൊക്കെ അപ്ലിക്കബിൾ ആണ് അത് ജസ്റ്റ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ദെൻ കംപ്ലയൻസസ് അണ്ടർ ലേബർ ലോസ്. ലേബർ ലോ കംപ്ലയൻസസിന് ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലേബർ ലോ കംപ്ലയൻസസ് നമുക്കറിയാം. ESA, PF, ഗ്രാറ്റുവിറ്റി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. വർക്ക്മെൻ കോമ്പൻസേഷൻ, അതിന് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുമായിട്ട് എന്തെല്ലാം രീതിയിലാണ് ഇതിന് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതിൻ്റെ ഡിഫറെൻറ്റ് ലോസ്. എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷൻ ലോസുമായിട്ടുള്ള കംപ്ലയൻസസ്. എൻവയറമെൻറ്റ് പ്രൊട്ടക്ഷൻ ലോയുടെ കംപ്ലയൻസസ് ഉണ്ട്. നമ്മുടെ കമ്പനി ഏത് സ്ഥലത്താണ്, ആ സ്ഥലത്ത് എന്താണ് എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്തെങ്കിലും പ്രിഫറൻസസോ ഗൈഡ് ലൈൻസോ അപ്ലിക്കബിൾ ആണെങ്കിൽ ചിലപ്പോൾ NGTയുടെ അപ്രൂവൽ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ അപ്രൂവൽ വേണ്ടി വരാം. അതിന് എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്യേണ്ടത്, ആരുടെ അപ്രൂവൽസാണ് എടുക്കേണ്ടത്, അത് എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് എടുക്കാൻ എന്തൊക്കെ പ്രോസസ്സാണ്, ഇതൊക്കെ ഒരു കമ്പനി സെക്രട്ടറിയായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കാരണം യു ആർ ദ ഓൺലി പേഴ്സൺ ഹു ക്യാൻ അഡ്വൈസ് എ കമ്പനി ഓൺ ദിസ്, അല്ലേ? നോ, ഡോർമെൻറ്റ് കമ്പനി എന്താണ് ഒരു ഡോർമെൻറ്റ് കമ്പനി? എങ്ങനെയാണ് കമ്പനി ഡോർമെൻ്റ് ആകുന്നത്? എപ്പോഴാണ് ആ ഡോർമെൻറ്റ് കമ്പനി ആക്റ്റീവ് കമ്പനി ആകുന്നത്? എപ്പോഴാണ് ആ ഡോർമെൻറ്റ് കമ്പനിയുടെ നെയിം സ്ട്രൈക്ക് ഓഫ് ചെയ്യപ്പെടുന്നത്? എന്തൊക്കെ ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയറൽ ഗൈഡ് ലൈൻസ് ആണ്, ഈ കംപ്ലയൻസ് ഗൈഡ് ലൈൻസ് ആണ് ഒരു ഡോർമെൻറ്റ് കമ്പനിക്കുള്ളത്? ഇത് ഡോർമെൻറ്റ് കമ്പനിയെ കുറിച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അവിടെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ സർവീസസ് ഓർഗനൈസേഷൻ ആൻഡ് രജിസ്ട്രേഷൻ പ്രോസസ്. ഫിനാൻഷ്യൽ സർവീസ് ഓർഗനൈസേഷൻസ് ഉണ്ട്, അതായത് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ്, നിധി കമ്പനീസ്, ചിറ്റ് കമ്പനീസ്, അല്ലേ? അങ്ങനത്തെ കമ്പനികളില്ലേ? അങ്ങനത്തെ കമ്പനികളുടെ രജിസ്ട്രേഷനും അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സുകളും ഇതിനെക്കുറിച്ചും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചത്. 3 കാറ്റഗറിയിൽ ഫസ്റ്റ് പറഞ്ഞതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് നമ്മുടെ ചാർട്ടർ ഡോക്യുമെൻറ്റ്സും അതിൻ്റെ ആൾട്ടറേഷൻസും ടൈപ്സ് ഓഫ് കമ്പനീസും അതിൻ്റെ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, കൺവേർഷൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് ഈ ഇതിൽ. ഇതിൻ്റെ അടുത്ത ടോപ്പിക് വൈസ് ഡീറ്റെയിൽസ് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഓരോ ടോപ്പിക്കിലും ഉണ്ടാകുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിനെ കുറിച്ച് നമ്മൾ ഓരോ ടോപ്പിക്സിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും താഴെ നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. അതിനോടൊപ്പം തന്നെ ഇത് ഉപയോഗപ്പെടും എന്നുള്ള ആൾക്കാർക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യാനും ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോസ്, റെഗുലർ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സോ താങ്ക് യു വെരി മച്ച്. Wish you all the very best.